സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അല്ല സഞ്ജു, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവന് തരാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഈ സുഹൃത്ത് ബന്ധത്തെ ചൂഷണം ചെയ്തതായിട്ട് തോന്നാൻ പാടില്ലല്ലോ. അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുത്. ഞങ്ങൾ നാട്ടുകാർക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഡാർസൂസി കേട്ടോണ്ടല്ലാതെ പിന്നെ വേറെ ആരോട് പറയുക? അതും ശരിയാണ്. ഈ വഴി എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും പുരോഗതിയുടെയും അടയാളമാണ്. നോക്കാം. അതെ ഭീമ, ഈ മാനിനൊക്കെ പാവരാ. കൃഷ്ണദാസേ, ഞാനും അദ്ദേഹവും കൂടെ അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി സംസാരിക്കാനൊന്നും നിൽക്കണ്ട. അവരൊക്കെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരല്ലേ, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ ഇനി അകത്തോട്ട് നിങ്ങൾ രണ്ടുപേരും വിളിച്ചില്ലെങ്കിലും പുറത്ത് തന്നെ നിന്നാൽ മതി. കാര്യങ്ങളെല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം. ശരി. ഷേവ് ചെയ്യായിരുന്നു അല്ലേ? ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. എന്നാലും ഷേവ് ചെയ്യായിരുന്നു. ഒന്നടിച്ചാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് നമസ്തേ. മഞ്ഞളിൽ ടാർസ്യൂസ്? അതെ. Camel cow dung? Multicolored fungus? You sweat from a baboon's balls? Get out! എന്റെ പപ്പ ആദ്യമായിട്ട് വെച്ച തെങ്ങ് ഇവരുടെ പറമ്പിലോട്ട് ഇച്ച ചാഞ്ഞന് ആ തെങ്ങ് വെട്ടിക്കളഞ്ഞവനുണ്ട് അപ്പൻ. Get out! You follow me. Get out! Sanju, how are you? Yeah, all good, doctor. Krishnadas, what's up, man? So far, so good. I like this Yeah. one. Shall I get you a drink? Of course. Sanju, Yes. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? All good, doctor. Krishnadas. Boys, to love and peace. To love and peace. Bottoms up. Yes. വഴിക്ക് സ്ഥലം ചോദിച്ചു വന്നല്ലേ? അതെ. തരാൻ പറ്റില്ല. പ്ലീസ് ഗോ ഹോം. പോവാ. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? I don't know, da. അയ്യോ, ചേട്ടാ, എന്തുപറ്റി? ഇവിടെ നടന്നത് പുറത്തറിഞ്ഞാൽ പിന്നെ മഞ്ഞളി ടാർസൂസ് ജീവിച്ചിരിക്കില്ല. എന്താ ടാർസു ചേട്ടാ, ഞങ്ങൾ ആരോട് പറയാനാ? ഉറപ്പ്. പ്രോമിസ്. പ്രോമിസ്. മദർ പ്രോമിസ്. ബട്ടൺസിന് നിന്റെ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അരുൾ ചെയ്തിട്ടുള്ളത്. ആ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണെന്ന് അഭിമാനിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ദൈവത്തിലേക്കും നമ്മുടെ സഹോദരങ്ങളിലേക്കുമുള്ള വഴി തടയാനാവുക? ഒരു വഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പറ്റില്ല അച്ചോ, എന്നെ എൻ്റെ പപ്പായൻ കുറെ പേര് പറ്റിച്ചിട്ടുള്ള അതിനി നടക്കത്തില്ല. ഇതങ്ങനെയല്ലല്ലോ സൈമൺ. അച്ചോ, അച്ഛൻ ചോദിച്ചിട്ടുള്ള എല്ലാം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലേ? ഇതങ്ങ് വിട്ടേക്ക്. അല്ല, ഞാൻ സ്ഥലം വിട്ടു കൊടുത്തില്ലെങ്കിൽ അവർ കൈയേറുന്നു. നമുക്കൊന്ന് കാണാമല്ലോ. തന്നെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിലോ സൈമൺ? അച്ചോ, അച്ഛനെ ചിലപ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിലോ? എന്താ ജോബി, എല്ലാരും ഉണ്ടല്ലോ രാവിലെ? ഇതെന്താടാ, ഇതിൽ കൂടെ എല്ലാം ആനയും നടന്നു പോയാ? അത് ശരി. എന്താടാ ദാസ, നിങ്ങൾ ആനനെ നടത്തിച്ചിട്ട് നാട്ടുകാരെ കളിയാക്കല്ലേ? ദാസ രാവിലെ കള്ളു കുടിച്ചിട്ട് പോക്കിരിത്തരം പറയാൻ വന്നിരിക്കണാണോ? ഓ അത് ശരി.
അപ്പൊ അവൻ പറഞ്ഞില്ലേ കുഴപ്പം. നിങ്ങളെ ചില പറഞ്ഞല്ലേ ചവിട്ടി പൊളിക്കുന്നു. പിന്നെ ആര് പൊളിക്കാനാ? ഒന്ന് പോടതേക്ക കൊസേപ്പിന് പിന്നെ കല്ലുപണിയാണല്ലോ. അതാണല്ലോ ഞാൻ ചെയ്തോണ്ടിരിക്കണം. ഭീമനെ അറിയാലോ എല്ലാം. ഭീമന്റെ അടുത്ത് ചോദിക്കടാ. നിങ്ങളിത് പൊളിച്ചല്ലേ? ഒന്നും എന്റെ മോനെ ഞാൻ പറഞ്ഞിട്ടല്ലോ പണി പിന്നെ തുടങ്ങി വെച്ചത്. എന്നിട്ട് പാതിരാക്കി നിങ്ങൾ തന്നെ ഒന്ന് പൊളിക്കുകയും ചെയ്യൂ. പാതിരാത്രിക്ക് നിന്റെ വീട്ടിലാടാ ഞാൻ വന്ന് പൊളിച്ചേ. അയ്യടാ മുതലാളി പോവുകയാണോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. നിങ്ങൾ ഈ പെർപ്പതരം കാണിച്ചതേ സ്വന്തം നാട്ടുകാരോട് അത് ഓർക്കണം. എന്ത് പോക്കരത്തിലോടാ ഞാൻ കാണിച്ച? നീ കണ്ടാടാ ഞാൻ വന്ന് സ്ലാബ് പൊട്ടിക്കണ? ഞാൻ കണ്ടിരുന്ന അപ്പ അടിച്ചാനെ. അടിയടാ. ആഹാ എടാ നീ പോയേ ഭീമന്റെ അടുത്ത് ചോദിക്ക്. അവനറിയാലോ എല്ലാം. ഞാനിവിടെ ഉണ്ട്. അത് ശരി, നീ അവിടെ ചാരിയിരുന്ന് സിനിമ കണ്ടോണ്ടിരിക്കുവാണോ? വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കടാ. ഞാനെന്ത് പറയാനാ? ഇന്നലെ നിങ്ങളല്ലേ ഇവിടെ വന്ന് ഇതൊക്കെ അടിച്ചു പൊളിക്കുന്നു പറഞ്ഞു പോയത്. എന്നാലും കൊസ്തപ്പേട്ടാ, നിങ്ങൾ ഇത്രയ്ക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണല്ലേ? എങ്കിൽ നീയൊക്കെ കൊണ്ട് കേസ് കൊടുക്കടാ. കൊസേപ്പിന് വേറെ പണിയുണ്ട്. നീയും ഭീമനും ഞാനും കൂടി ഇന്നലെ സംസാരിച്ചിട്ടല്ലടാ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചേ. എങ്കിൽ ഒന്ന് വിസ്തരിച്ചു കൊടുക്കടാ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ആ സൈഫണാരെ പൊളിച്ചു നീയാണോ? നീ വന്നാ നന്നായടാ. ചെയ്യാത്ത കാര്യത്തിന് ഇവന്മാരൊക്കെ കൂടി എന്നെ എന്താ ഇത്? താഴെ വെച്ചേ. ഞാനാ പറയുന്നത്, താഴെ വെച്ചേ. ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ താനൊരു തറവാടിയല്ലേ? കൊസ്തേപ്പെ, താൻ എന്ത് കൊള്ളരുതായ്മയോട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് കാണിച്ചു കൂട്ടിയത് എനിക്ക് മനസ്സിലാവുള്ളൂ. നിനക്ക് എന്താണോ മനസ്സിലാവത്തെ? അനാവശ്യം പറഞ്ഞ അടിച്ച് പല്ല് ഞാൻ പൊളിക്കും. പൊളിക്കും, ഇദ്ദേഹം പൊളിക്കും, ഇദ്ദേഹമേ പൊളിക്കൂ. അതെ, ദേ ഇവനും ഇദ്ദേഹവും കൂടെ ചേർന്ന് ആ സ്ലാബ് തല്ലി പൊളിക്കുന്നത് എന്റെ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. നീ എന്താ വെള്ളം അടിച്ചണ്ടാ രാവിലെ? ഇനി അങ്ങനെ പറയും ഞാൻ വെള്ളം അടിച്ചെന്ന്. അതെ, എന്നെ കുറിച്ച് ഈ നാട്ടുകാർക്ക് നല്ലോണം അറിയാം. പക്ഷെ താൻ കാണിച്ചതോ 10-20 കുടുംബങ്ങൾക്ക് വഴി കൊടുക്കാന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് വീണ്ടും അവരെ ദ്രോഹിക്കുന്നു. എങ്ങനെ തോന്നുന്നൊരു കൊസ്തപ്പ്? താനൊക്കെ ഒരു മനുഷ്യനാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, പാതിരാത്രി തനിക്ക് അവിടെ എന്തായിരുന്നു പരിപാടി? എന്തായിരുന്നു പരിപാടി? പരിങ്ങലടാ പറ. ചോദ്യം, ന്യായം. അതായത് എന്റെ അനിയൻ ഖത്തറിന്ന് കൊടുത്തു വിട്ട പാഴ്സൽ കൊണ്ടുവന്ന ആള് വഴി തെറ്റി ദേ അങ്കനവാടിയിൽ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചു. പാതിരാത്രി അയാളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഓടി ഇവിടെ എത്തി. അതാണ് കൊസ്തപ്പ്. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. ദൈവം കത്തിച്ചോ. പക്ഷെ അതിനു മുമ്പ് 1 മിനിറ്റ് എല്ലാവരും ഒന്ന് വന്നേ. അതുവരെ തല്ലിപ്പൊളിച്ചതിന്റെ തെളിവ് കൂടി കാണിച്ചു തരാം. കാര്യമൊന്നും അറിയാമല്ലോ. കണ്ട, ഈ സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് ചേട്ടനും അനിയനും കൂടെ ആ സ്ലാബ് തല്ലിപ്പൊളിച്ചത്. വെറുതെ വൃത്തിയോട് പറയരുത് കേട്ടോ. പിന്നെ ഈ സാധനങ്ങൾ ഇതിനകത്ത് മാമോദിസ മുക്കായിരുന്നു. കുസ്തേപ്പെ, വഴിയില്ലാത്തവനെ അതിന്റെ വേദന അറിയും. താനിതെല്ലാം കൂടെ വെട്ടിപ്പിടിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? നമ്മളൊക്കെ ഇനി എത്ര കാലോട് കുസ്തേപ്പെ? കുസ്തേപ്പെ, ഒന്ന് നിർത്ത്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. പ്ലീസ് വഴി തരും. തൽക്കാലം നമുക്കൊന്ന് ഒതുങ്ങി കൊടുക്കാം. എന്നിട്ടൊരു മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ആവണ ഒരു വിലക്ക് ഈ സ്ഥലം കൊടുക്കാന്ന് പറയാം. ഇപ്പോ ഇതാണ് കാസ്പറെ സേഫ്.
ചെയ്യാത്ത തെറ്റിന് അമ്മാര് നമ്മുടെ മെക്കിട്ട് കയറിയത്. ഇതങ്ങനെ വിട്ടുകൊടുക്കൂല. ആ ടാർസൂസിനെ വേണ്ട ചേട്ടാ വിട്ടെ. ഇരിക്കടാ അവിടെ. താൻ ചെന്ന് അവരുടെ അടുത്തൊന്ന് സംസാരിക്കും. വ്യാഴാഴ്ചത്തേക്ക് മീറ്റിംഗ് വെച്ചു. ഉച്ചയ്ക്ക് ശേഷം മതി. കാശിന്റെ കാര്യമൊന്നും താനിപ്പോ സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. അതെ ഇതാണ് കൊസ്തേപ്പെ നല്ല നയം. ഞാൻ പോയിട്ടേ അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു. ശരി. സ്റ്റേ വ്യാഴാഴ്ച രാവിലെ തന്നെ കിട്ടില്ലേ?